ഓടിച്ച് ചില കാര്യങ്ങൾ പറയാം. എല്ലാ ഇടങ്ങളിലും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു, കാരണം സുവിശേഷ യോഗമായതുകൊണ്ട്. ചിലർക്ക് അറിയത്തില്ല ഇത് എന്തുവാന്ന്. ചില ആൾക്കാർ പറയും കുറേ എണ്ണം അവിടെ വന്ന് അലപ്പറയും ബഹളവുമായി എന്തുവാണെന്നൊന്നും പിടികിട്ടുന്നില്ലെന്ന്. ഇപ്പോഴത്തെ ചില രീതികൾ കണ്ട ആൾക്കാർക്ക് മനസ്സിലാകത്തുമില്ല എന്തുവാന്ന്, അതുങ്ങളും ബുദ്ധിമുട്ടുക. അപ്പൊ ഇതെന്തുവാണെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. എന്താണ് സുവിശേഷം? സുവിശേഷം മതം മാറ്റുകല്ല, സഭ മാറ്റുകല്ല, സംഘടന മാറ്റുകല്ല, ആളെ കൂട്ടി നാടൻ ഭാഷ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളവും മേളവും ബഹളവും ഒന്നുമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. വളരെ സ്പഷ്ടമായിട്ട് പൗലോസ് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ തിമോഥെയോസിന്റെ ലേഖനത്തിൽ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. വായിച്ച വാക്യം തിമോഥെയോസിന്റെ ലേഖനം, തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:8 വായിച്ച. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോൾ എന്താണ് സുവിശേഷം? ഒന്നുകൂടെ കേൾവിക്കാരോട് പറയട്ടെ. മതം മാറ്റമല്ല, സഭ മാറ്റുകല്ല, സംഘടന മാറ്റുകല്ല, നാട്ടുകാർക്ക് സ്വൈര്യക്കേട് ഉണ്ടാക്കുകയല്ല, റോഡ് ബ്ലോക്ക് ചെയ്യുകയല്ല, വണ്ടി വേറെ സ്ഥലത്തൂടെ തിരിച്ചു വിടുകയല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അർദ്ധരാത്രിയിലും മനുഷ്യന്റെ സ്വൈര്യം കെടുത്തുകയല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുകയല്ല, കത്തി കാട്ടി വടിവാളി വീശി തോക്ക് ചൂണ്ടി മതത്തിൽ ചേർക്കുകയല്ല, മതത്തിൽ ചേരാത്തവരെ അല്ലെങ്കിൽ മാർഗത്തിൽ ചേരാത്തവരെ കഷണിക്കുന്ന മാർഗമല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ, സംഘടനയുടെ, ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ആളല്ല. ഞാൻ എല്ലാ ഇടങ്ങളിലും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. കത്തോലിക്കരുടെ കുത്തകയല്ല ക്രിസ്തു. ഓർത്തഡോക്സ്, യാക്കോബായ, അങ്ങനെ വിവിധ സഭകളുണ്ടല്ലോ. മാർത്തോമ, റീത്ത്, ലത്തീന്, ലണ്ടന്, CMS, ആംഗ്ലിക്കന്, അല്ലെങ്കിൽ CSI, ഇവാഞ്ചലിക്കല്, ബ്രദറൻ ചർച്ച്, പെന്തിക്കോസ്, പിന്നെ സാൽവേഷൻ ആർമി, തൃശ്ശൂർ ഭാഗത്ത് കൽദായ സുറിയാനി, കൽദായ സഭ, തീരദേശത്ത് ലത്തീൻ. അപ്പൊ ഇങ്ങനെയുള്ള ഒരേ വിഭാഗക്കാരുടെ ഒരു സംഘടനയുടെ ആളല്ല ക്രിസ്തു. ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. പിന്നെ ഓരോ സഭക്കാരും സംഘടനക്കാരും ഓരോ മുക്കിനും മൂലയ്ക്കും വളവിനും എല്ലാം വളച്ചു കെട്ടിയ യേശുവിനെ വെച്ചിട്ടുണ്ട്. പല രൂപത്തിലും ഭാവത്തിലും വെച്ചിരിക്കുക. യേശുവിന്റെ കൂടെ കുഞ്ഞാട് നിൽക്കുമ്പോൾ കുഞ്ഞാടായിട്ട് തോന്നുകയല്ല, പട്ടിയായിട്ടാണ് തോന്നുന്നത്. ഞാനൊരു സ്ഥലത്ത് പോയപ്പോ ഇപ്പൊ ഞാനുണ്ട് പട്ടി പറഞ്ഞ പട്ടിയല്ല ആടാന്ന് പറഞ്ഞു. അത് നിർമ്മിച്ചവന്റെ അപാകതയാ. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ സഭക്കാരും യേശു ഞങ്ങളുടെയാന്നുള്ള ചിന്തയല്ല. യേശു ഒരു പ്രത്യേക സഭക്കാരുടെയും പ്രത്യേക സംഘടനയുടെയും പ്രത്യേക വിഭാഗത്തിന്റെ ആളല്ല. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഈ ജാതിയും മതവും വർഗവും വർണ്ണമൊക്കെ മനുഷ്യനുണ്ടാക്കി വെച്ചതാ. അതെ, ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് കുറഞ്ഞതാ, മറ്റവരെ താഴേക്കിടയിൽപ്പെട്ടത്, മറ്റവരിച്ചിരി മേലേക്കിടയിൽപ്പെട്ടത്, ഇതൊക്കെ മനുഷ്യൻ ഒപ്പിച്ചതാ. സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും അത് അങ്ങനെ തന്നെ. സകല മനുഷ്യനും ഒരു വ്യക്തിയിൽ നിന്ന് ജന്മം കൊണ്ടവരാ. വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യം, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. പണ്ട് നാമം ജപിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ഹരിനാമകീർത്തനത്തിലുണ്ട്. ഹൈന്ദവരായ സ്നേഹിതന്മാർക്കറിയാം.
ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അകാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പര ആചാര്യ രൂപകരി. ഞാൻ ചൊല്ലിയിട്ടുണ്ട്, അത് അറിവുള്ളവർക്കറിയാം. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ അതിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും പുള്ളിയുടെ കൃപയൊക്കെ പോയി ഇപ്പം നാമം ജപിച്ച് നടക്കുക എന്ന് പറയും. ഇവിടെ ഇരിക്കുന്നവർ ഇപ്പം തന്നെ ശാസിക്കാൻ തുടങ്ങി. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, ഈ ജാതിയും വർഗവും വർണ്ണവും ഒക്കെ മനുഷ്യൻ ഉറപ്പിച്ച നിർമ്മിതികളാണ്. മുഖത്തിൽ നിന്ന് കുറെ പേര് വന്നു, ഇടഭാഗത്തിൽ നിന്ന് കുറെ പേരിറങ്ങി, കാലിൽ നിന്ന് കുറെ പേര് വന്നു, പാദത്തിൽ നിന്ന് കുറെ പേര്, എന്തെല്ലാം കൃത്രിമം ഒപ്പിച്ചു വെച്ചിരിക്കുക. മുഖത്തിൽ നിന്ന് വന്നവർക്ക് അല്പം ഗമ കൂടും, കാലിന്റെ അവിടെ വന്നവനെ മുഖത്ത് നിൽക്കുന്നവൻ ചവിട്ടും. ഒരു കാര്യം പറയാം, സകല മനുഷ്യനെയും ഒരു വ്യക്തിയിൽ നിന്ന് ജന്മം കൊണ്ടവരാ. അങ്ങനെ വേദപുസ്തകത്തിൽ വായിക്കുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ. പക്ഷെ വേറൊരു കാര്യം, നമ്മുടെ ആൾക്കാരും ഇത് വിശ്വസിക്കുന്നില്ല. ഇല്ല, എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ നിങ്ങൾക്കും വലിയ വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ ഇരിക്കുന്നേ. നിങ്ങളും ഈ വേദപുസ്തകമായിട്ട് നെടുക നടക്കുന്നതേ ഉള്ളൂ. വിശ്വാസമൊന്നുമില്ല, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പക്ഷെ ഞാനിത് വിശ്വസിക്കുന്ന ആളാണ്. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. കുരങ്ങ് രൂപാന്തരപ്പെട്ടതല്ല. പള്ളിക്കൂടത്തിൽ അങ്ങനെ പഠിക്കണമായിരുന്നു, പഠിപ്പിക്കുകയും ചെയ്തു. അത് പഠിച്ചെഴുതിയെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. അത് അവിടുത്തെ പഠിത്തമാണ്. കുരങ്ങ് രൂപാന്തരപ്പെട്ടെന്നാണ്. ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ടതല്ല. സർവജ്ഞനായ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. പിന്നെ ചില ഇടങ്ങളിൽ ചെല്ലുമ്പം, സ്റ്റേജിലാണെങ്കിലും സദസ്സിലാണെങ്കിലും ചിലരുടെ ഇരിപ്പ് കാണുമ്പം എനിക്ക് ഡൗട്ടുണ്ട്, ഡാർവിൻ പറഞ്ഞതാ മിക്കവാറും. ആ നോട്ടവും ഇരിപ്പും ഒരു സന്തോഷമൊന്നുമില്ലല്ലോ. അപ്പൊ എനിക്ക് മലയാള ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്, ഉൽപ്രേക്ഷ. അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിലാശങ്ക ഉൽപ്രേക്ഷാഖ്യലങ്കൃതി. അപ്പൊ എനിക്ക് ഇന്ന് രാത്രി ഉൽപ്രേക്ഷ ഉണ്ടാകരുത്. നിങ്ങൾ എന്റെ ഉൽപ്രേക്ഷ മാറ്റി വേണം വിടാൻ. ഇത് സർവജ്ഞനായ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതാണ്. ആ മനുഷ്യനെ ഗാഠനിദ്ര ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്തിൽ നിന്ന് ഒരു വാരിയലെടുത്ത് സർവജ്ഞനായ ദൈവം സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഭവനാശകൻ എന്ന നല്ല പദങ്ങളാണ്. ഒരു സ്ത്രീയെ മെടഞ്ഞ് നിർത്തി. ആദാം കണ്ണ് ചിമ്മി നോക്കിയപ്പോൾ ഹവ്വായെ കണ്ടു. അത് സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം, ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കും നേരം ഒരു ദിവ്യയാം നാരീരത്നം തനിക്ക് മുമ്പിലായി നിൽക്കുന്നു. വിഭാതത്തിൻ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച ഭാനുബിംബം പോലെ അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി പ്രകാരം ആദമൻ ഉള്ളത്തിൽ ഉച്ചരിച്ചു, എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച കാന്ത, മിന്നലീ ഭൂവിൽ പിണ്ടിതാകൃതിയായോ ചന്ദ്രനെ വെടിഞ്ഞിങ്ങി ചന്ദ്രിക വരാവതോ സാന്ദ്ര സൗഭാഗ്യം, എന്തൊരു നവസൃഷ്ടി. വാനവ പരീക്ഷയിലെങ്ങാനുമാണോ വരില്ലാനനാദികൾ കൽപ്പഭേദമോർത്ത് കണ്ടാൽ കേശഭംഗിയും ചൊല്ലുന്നില്ല ഞാൻ. കാരണം അങ്ങനെ വർണ്ണിച്ചാൽ ഈ സഹോദരിമാർക്ക് അരിശം ഉണ്ടാകും. കാരണം ഔവായെ വർണ്ണിക്കുമ്പോൾ നല്ല സൗന്ദര്യത്തിന്റെ മൂർത്തിയ ഭാവമാ. ഈ തെള്ളമാരെല്ലാം വഴക്കുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ വർണ്ണിക്കുന്നില്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, സകല മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മതത്തിന്റെ പേര് പറഞ്ഞ്, സമുദായത്തിന്റെ പേര് പറഞ്ഞ്, സംഘടനയുടെ പേര് പറഞ്ഞ്, സഭയുടെ പേര് പറഞ്ഞ് അന്യോന്യം കലകിക്കരുത്, വഴക്കുണ്ടാക്കരുത്.
എനിക്കിതാ സമൂഹത്തോട് പറയാനുള്ളത്. അവര് ഹിന്ദുക്കളാ, ഇവര് മുസ്ലിങ്ങളാ, ഞങ്ങൾ ക്രിസ്ത്യാനികളാ, മറ്റത് പാഴ്സിയാ, മറ്റത് ബുദ്ധനാ, ജൈനനാ. വഴക്കുണ്ടാക്കരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, മനുഷ്യനെ സ്നേഹിക്കണം. യേശുവും പഠിപ്പിച്ചത് അങ്ങനൊക്കെ തന്നെ. നേർക്ക് നേരെ കാണുന്ന സഹോദരനെ, മനുഷ്യനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? ശ്രീനാരായണ ഗുരു അവർകള് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ചരിത്രം പഠിക്കുന്ന കണ്ണാടി പ്രതിഷ്ഠ, എനിക്ക് തോന്നുന്നത് കളവങ്കോട്ടാന്ന് തോന്നുന്നു, ഇല്ലയോ? കണ്ണാടി പ്രതിഷ്ഠ. ക്ഷേത്രം എന്ന വാക്കിന് പല അർത്ഥമുണ്ട്. അതിൽ ഒരർത്ഥം സ്ഥലമെന്നാ, സ്ഥലം. അപ്പോൾ അവിടെ അകത്ത് കണ്ണാടി കൊണ്ട് ശ്രീകോവിലകത്ത് കണ്ണാടി പ്രതിഷ്ഠിച്ചു. നല്ല ആശയമാണ്. കാരണം രാവിലെ കുളിച്ചു തൊടാൻ ചെല്ലുന്നവര്, വൈകുന്നേരത്ത് ദീപാരാധനയ്ക്ക് ചെല്ലുന്നവര് കണ്ണ് അടച്ച് നട തുറക്കുമ്പം ഇങ്ങനെ നോക്കുമ്പം ഈ നിൽക്കുന്ന പുള്ളിയെ തന്നെ അകത്ത് കാണുന്നേ. അപ്പൊ ആ നല്ല മനുഷ്യനോട് ആരോ ചോദിച്ചു, ഇന്നയിനടുത്തല്ല ഇന്ന പ്രതിഷ്ഠ വെച്ചല്ലോ, ഇവിടെ കണ്ണാടിയാന്നല്ലോ. അപ്പം ആ നല്ല മനുഷ്യൻ മറുപടി പറഞ്ഞു, നീ ഇവിടെ വന്ന് നിന്നെ നല്ലവണ്ണം കണ്ടേച്ച് വേണം വീട്ടിൽ പോകാൻ. അല്ല, പെന്തിക്കോസുകാരോടും ഞാൻ പറയാം, ക്രിസ്ത്യാനികളോടും പറയാം, നീ കൺവെൻഷന് വന്നത് നല്ലതാ, പള്ളി വരുന്ന നല്ലതാ, അഞ്ചരയുടെ കുർബാനയ്ക്ക് കയറുന്നത് നല്ലതാ, കുമ്പനാട്ടിൽ നിന്ന് തമ്പേറ് മേടിച്ച് കമത്തിയിട്ട് അടിക്കുന്നത് നല്ലതാ. പക്ഷേ അടി ഒത്തിരി നടന്നില്ലെങ്കിൽ നിന്നെ നല്ലവണ്ണം കണ്ടേച്ച് വേണം പോകാൻ. എന്നാ നിങ്ങളല്ലേ ഇങ്ങനെ ഇരിക്കുന്നേ? പാടിക്കുഴഞ്ഞതാന്നോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളെ നന്നായിട്ട് കാണണം. പക്ഷെ നമുക്ക് നമ്മളെ കാണാൻ നേരമില്ല. അപ്പുറം ഇരിക്കുന്നവനെയാണ് നോക്കുന്നത്. അവൻ അനങ്ങുന്നുണ്ടോ, കണ്ണ് വെട്ടിക്കുന്നുണ്ടോ, മോന്ത എങ്ങനെ ഇരിക്കുന്നു, അവൻ ചുണ്ടു കൂർപ്പിക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ പിടിച്ചെടുക്കുക മൊത്തം. എന്നിട്ട് യോഗം കഴിയുമ്പോൾ പുള്ളി എന്നെ അങ്ങനെ ഇരുന്നേ, നിന്നെ ഒന്ന് നോക്ക്. നമ്മളെ ഒന്ന് കാണാൻ. ചെല്ല് പറയാറുണ്ട്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. നീ ആദ്യം അങ്ങോട്ട് സ്നേഹിക്കുക. അമ്മായിമ്മ വരിക, പക്ഷേ മരുമകൾക്ക് എന്നോട് ഒരു താല്പര്യം അല്ല. നിനക്ക് ആദ്യം താല്പര്യം വരും മരുമകളോട്. നീ മരുമകളുടെ കുറ്റവും കുറവും എല്ലാം മോളോട് പറയുക. മോള് വരും ഇടയ്ക്ക് അമ്മയെ കാണാൻ വരികല്ലോ, കുരുക്കൊപ്പിക്കാൻ വരുന്നതാണ്. എന്തായാലും മരുമകളുടെ കുറ്റമെല്ലാം മോളോട് പറയുക, അതല്ല ചെയ്യേണ്ടത്. ആദ്യം മോളെ അങ്ങോട്ട് സ്നേഹിക്കേ. മരുമകളും പറയുക, സ്തോത്രം പാസേ, പ്രാർത്ഥിക്കണം. അച്ചാച്ചന്റെ അമ്മയ്ക്ക് എന്നോട് വലിയ താല്പര്യം. ആദ്യം നീ അമ്മയൊന്ന് താല്പര്യപ്പെട. യേശു പഠിപ്പിച്ചത് തന്നെ പോലെ തന്റെ. അപ്പൊ ആദ്യം നമ്മെ സ്നേഹിക്കണം, ആദ്യം നമ്മളെ സ്നേഹിക്കണം. അല്ല, ഈ മറ്റുള്ളവരെ സ്നേഹിക്കാത്തതിന്റെ കാരണം നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം ഇല്ല. നമുക്ക് നമ്മളോട് സ്നേഹമുണ്ട്, അവരെന്നെ സ്നേഹിക്കും. നാമം ചൊല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. ഇപ്പോഴും ബഹുമാനിതരായി പ്രിയപ്പെട്ടവർ ചൊല്ലും. ആ വരി ഇങ്ങനെ, അന്യർക്കു ഗുണം ചെയ്വതി നായൂസുവപുസും. നിങ്ങൾ എന്തിക്കാ, പുള്ളി പിന്നെ ബന്ധനമാണല്ലോ. മറ്റുള്ളവരെ സ്നേഹിക്കണ്ടേ? അല്ല, മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളോടൊരു സ്നേഹം വേണം. നമ്മളോട് സ്നേഹമില്ല. അതിനൊരു തെളിവ് ഞാൻ തരാം. ഒരു തെളിവ്, ഒത്തിരി ഉണ്ട്, ഇപ്പൊ തൽക്കാലം ഒന്ന് മതിയല്ലോ. ചില പിള്ളേരെ ശുണ്ടിയെടുത്ത് അമ്മയുടെ ഇടയ്ക്ക് വരുമ്പോ അമ്മ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, കൊച്ചേ പൊക്കോണം, ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാതിരിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളൊന്നും കേട്ടിട്ടില്ല. ആട്ടെ, എന്നാ ഇന്നെങ്കിലും കേക്ക്. മോൻ കേട്ടിട്ടില്ലേ?
നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അതാ ചെല്ലി പറയുന്നത് കേട്ടിട്ടുണ്ട്. കൊച്ചപ്പൊക്കോണം ഞാൻ എന്നെ തന്നെ പിടിക്കാതായി ഇവിടെ കുടുംബത്ത് പറഞ്ഞാൽ വിചാരിക്കുന്ന ഈ മോന്ത കാണുമ്പോൾ അറിയാം, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അപ്പൊ നിനക്ക് നിന്നോട് തന്നെ ഒരു താല്പര്യമില്ല, പിന്നെങ്ങനെ അപ്പുറത്തുകാരനെ സ്നേഹിക്കുന്നേ? ആദ്യം നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിക്കണം. എന്റെ ദൈവം എന്നെ സൃഷ്ടിച്ചു, ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഇത്രത്തോളം ആയുസ് ദൈവം തന്നു. അനേകര് കിടപ്പിലായപ്പോൾ ദൈവം എനിക്ക് ആരോഗ്യം നൽകി. ഇതുവരെ ദൈവം എന്നെ സൂക്ഷിച്ചു. ദൈവത്തിന് നന്ദി. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. ഇരുളിലായ ഞാൻ ദുരിതമോടെ, ഇരുളിലായ കരയുന്നതും കണ്ടു വീണ്ടന്റെ അരുമനാഥനെ. അൻപിതോ യേശുനായക തന്നിതോ ഏഴക്കായി നിൻ ജീവനെ. അൻപിതോ യേശുനായക തന്നിതോ ഏഴക്കായി നിൻ ജീവനെ. അപ്പൊ ഇന്ന് രാത്രി മറ്റുള്ളവരെ സ്നേഹിക്കുക. ഒന്നുകൂടെ എൻ്റെ ശ്രോതാക്കളോട് പറയട്ടെ, മതത്തിന്റെ പേര് പറഞ്ഞ്, സഭയുടെ പേര് പറഞ്ഞ്, സംഘടനയുടെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ്, വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞ് അലോഗ്യം ഒന്നും ഉണ്ടാക്കരുത്. മനുഷ്യനെ മനുഷ്യനായി കണ്ട്, മനുഷ്യനായി സ്നേഹിച്ച്, മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്ത്, അതാ യേശു പഠിപ്പിച്ചത്. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? ഇത് പുതിയ ആശയമൊന്നുമല്ല, കർത്താവ് പറഞ്ഞ് ഞാനൊന്നുകൂടെ ആവർത്തിക്കുന്നതേ ഉള്ളൂ. ആട്ടെ, വിവരിക്കുന്നില്ല. മുന്നിൽ ഇരിക്കുന്ന ചിലർക്ക് ഇപ്പോൾ എഴുന്നേറ്റ് പോകണമെന്നുണ്ട്, പോകാതിരിക്കുകയെന്ന് എനിക്കറിയാം. ഇത് പറയാനായിരുന്നെങ്കിൽ മുന്നിൽ വന്നിരിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ എഴുന്നേറ്റ് പോകാനും ഒക്കെ അല്ല, കാരണം അയാൾ ബോധമുള്ളവനല്ല, വല്ലതും വിളിച്ച് പറഞ്ഞെങ്കിൽ. ഇനിയിപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കേ. അതെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ സുവിശേഷം അത് സഭ മാറ്റുകയല്ല, സംഘടനയല്ല, മതം മാറ്റമൊന്നുമല്ല. സുവിശേഷം ഒരു വ്യക്തിയാ, അത് നസറായനാകുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ സഭയുടെ സംഘടനയ ആളല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാം, ഏത് വ്യക്തിക്കും യേശുവിനെ ഭജിക്കാം, ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്കൽ വരാം, ഏത് സമയത്തും യേശുവിന്റെ അടുക്കൽ വരാം, ഏത് പ്രായത്തിലുള്ളവർക്കും യേശുവിന്റെ അടുക്കൽ വരാം. അതാണ് യേശു ക്രിസ്തു. നിന്റെ ഡ്രസ്സ് നോക്കുന്നില്ല, നിറം നോക്കുന്നില്ല, ഭാഷ നോക്കുന്നില്ല, കളർ നോക്കുന്നില്ല, കുടുംബ മഹിമയൊന്നും നോക്കുന്നില്ല, പണത്തിന്റെ ഹുങ്കും മുഷ്കും ഒന്നും നോക്കുന്നില്ല. എന്നാൽ മറ്റ് ഇടങ്ങളിൽ, മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് വ്യക്തികൾക്കൊക്കെ ചെന്നാലൊക്കെ മൊത്തത്തിലൊരു നോട്ടമൊക്കെ ഉണ്ട്. ഇന്ന ആൾക്കാർക്ക് വരാം, ഇന്ന ആൾക്കാർ വരരുത്, ഇന്ന ദിവസം വരണം, ഇന്ന ദിവസം വരരുത്. ഇവിടെ ഒരു ശാന്തമ്മയുണ്ട്, ശാന്തമ്മയെ കാണണമെങ്കിൽ ബുധനാഴ്ച ചെല്ലാവുള്ളൂ. തിങ്കളാഴ്ചയാണ് നമുക്ക് വണ്ടിക്കൂലി കിട്ടിയത്. എന്നാൽ ശാന്തമ്മയെ കാണാൻ നീ, എന്നാൽ ശാന്ത മുഖം തരികയില്ല, ശാന്ത ദൈവം കളിച്ചിരിക്കുക. കോട്ടയത്തുണ്ടായിരുന്ന തങ്ക, അത് വെള്ളിയാഴ്ച എന്നെങ്കിലേ തങ്കേനെ. ബാബുവിൻ്റെ ഇവിടെ വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു. എല്ലാം കുട്ടി ദൈവങ്ങളാ, തങ്കയും ബാബു. യേശുവിന്റെ അടുക്കൽ ഏത് സമയത്തും വരാം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും.
എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ഇന്ന് രാത്രി ഏർക്കും ഏറെ സമയത്തും ഏത് വ്യക്തിക്കും ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുവിന്റെ അടുക്കൽ വരാം. ഓടിച്ചു മുമ്പോട്ട് പോകാൻ സുവിശേഷം അത് യേശു ക്രിസ്തുവാണ്. ഒരു വിഭാഗത്തിന്റെ ആളല്ല, മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഇനി എന്തിനായി സുവിശേഷം? എന്തിനാ സുവിശേഷം? കുറെ ആൾക്കാരുടെ വയറ്റിപ്പഴപ്പിനല്ല, ഒരു തൊഴിലുമില്ലാത്ത കുറെ ആൾക്കാര് ഒരു മാർഗം കണ്ടെത്തിയതല്ല, ആർക്കും വേണ്ടാത്ത കുറെ ആൾക്കാരുണ്ട്, അവര് ഇങ്ങനെ നടക്കുക അല്ല. സമൂഹത്തിൽ എല്ലാവരും വെറുക്കുന്ന കുറെ ആൾക്കാരുടെ മാർഗമായത് അല്ല. ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ചിലർക്ക് അങ്ങനെ തോന്നും. കേരളത്തിലെ ഇന്ത്യയിലൊക്കെ നോക്കുമ്പോ ലോകത്ത് മുഴുവൻ കണ്ണോടിച്ചു. നമ്മളിവിടെ മാത്രം ഇങ്ങനെ പമ്മിയിരിക്കുന്നോണ്ടാ ഇത് ഇങ്ങനെയാന്ന് ചിന്തിക്കുന്നത്. പൊട്ടക്കുളത്തിൽ പുളകം പണീന്ദ്രൻ. പണ്ട് ക്രൈസ്തവർക്ക് കവികൾ അധികമില്ല, ആകെ ഉണ്ടായിരുന്നത് കട്ടക്കയമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പാലായിലെ മാത്തുച്ചൻ വന്നു. അപ്പൊ പണ്ട് പിന്നെ ചേകോട്ട് ആശാനായിരുന്നു, അത് പണ്ട് ചേകോട്ട് ആശാൻ. പിന്നെ ഇടക്കാലത്ത് സൈമൺ സാർ വന്നു. അപ്പൊ അതിന് മുമ്പ് കവികളൊന്നുമില്ല. അപ്പം പ്രഗത്ഭന്മാരെല്ലാം മറ്റ് നിലകളിലുള്ളവരാ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അതുപോലെ വള്ളത്തോൾ നാരായണ മേനോൻ, കലക്കത്ത് കുഞ്ചൻ നമ്പിയാര്, പിന്നീട് ചെറുശ്ശേരി ഉത്തണ്ടവാര്യര്, ബ്രഹ്മശ്രീ നീലകണ്ഠ ശർമ്മ അവർകള്, പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ. സരസകവി മൂലൂര് പത്മനാഭ പണിക്കര്, പിന്നെ എൻ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യര്, എല്ലാം ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള പ്രഗത്ഭന്മാരുണ്ട്. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് അധികം കവികളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആ കട്ടക്കയ്യൻ ചെറിയ മാപ്പിള. അപ്പൊ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഭയങ്കര ഇളകി, ഞങ്ങൾക്കും കവിയുണ്ടെന്ന്. അപ്പം മറ്റു കവികള് ഒരാളൊരു എഴുത്തെഴുതി, ഒരു പദ്യം എഴുതി. അതാ പൊട്ടക്കുളത്തിൽ പുളകൻ ഫണീന്ദ്രൻ, തട്ടിമേൽ എലി മൃഗാതിരാജൻ, കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ, കട്ടക്കയം കവി കാളിദാസൻ. മനസ്സിലായില്ലല്ലോ? അത് മനസ്സിലാകാതിരിക്കുന്ന നല്ലത്. പൊട്ടക്കുളത്തിൽ പൊളകനാ അവിടുത്തെ ബെമ്പാല. പൊട്ടക്കുളത്തിൽ വല്ലോ നല്ല പാമ്പി എന്ന് കയറുമോ? അവിടെ ആകെക്കൂടെ ഉള്ളത് 2 നീർക്കോലിയും 2 കട്ടപ്പൊളകനും, പിന്നെ തട്ടി വീണൊരു മഞ്ഞച്ചേരി. അപ്പൊ അവിടെ പൊളകൻ തന്നെയാണ്. തട്ടിന്മേൽ എലി മൃഗാതിരാജൻ, തട്ടിന്റെ പുറത്ത് എലി തന്നെ അവിടുത്തെ രാജാവ്. കാരണം അവിടെ പാറ്റയും പല്ലിയൊക്കെ ഉള്ളു. പിന്നെ ഇച്ചിരി മുഴുത്തത് വാക്കം ഉള്ളത് എലിക്ക. തട്ടിന്മേൽ എലി മൃഗാതിരാജൻ, കാട്ടാളരി കാപ്പിരി കാമദേവൻ. വ്യാഖ്യാനിക്കുന്നില്ല. കട്ടക്കയം കവി ക്രിസ്ത്യാനികളുടെ ഇടയിലെ കട്ടക്കയമാണ് കാളിദാസൻ. നമ്മളാ ഇടുങ്ങിയ അനുഭവത്തിൽ ഇരുന്നാൽ തോന്നും നമ്മളാ ഇങ്ങനെയൊക്കെയെന്ന്. എന്നാൽ ഒരു കാര്യം പറയാ, സുവിശേഷം ഒരു വിഭാഗത്തിന്റെ, ഒരു സംഘടനയുടെ, ഒരു ഗ്രൂപ്പിന്റെ അല്ല. സുവിശേഷം മുഴുവൻ ലോകത്തിനുമുള്ളതാണ്. എന്തിനായി സുവിശേഷം? വൈദ്യപ്പഴപ്പനല്ല, ഒരു ജോലിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല. സുവിശേഷം എന്തിനാ വായിച്ചേ? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ചേ. തീത്തോസ് 2:11 പെട്ടെന്ന് വായിച്ചു, ഓടിച്ചോടിച്ച് വായിക്കണേ.
നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും 11-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. രക്ഷാകരമായ നന്നായിട്ട് വായിച്ചേ. സകല മനുഷ്യർക്കും അവിടുന്ന് വായിക്കണ്ടേ. ദൈവദാസൻ തന്നെ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അതിൽ ആശിച്ച് വായിച്ചതല്ലേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ ആ ഉദയം യേശുക്രിസ്തുവിന്റെ ഉദയമാണ്. വിസ്തരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എല്ലാവരും. ഇതൊരു വിഭാഗത്തിന്, ഒരു ഗ്രൂപ്പിന് വേണ്ടി മാത്രമല്ല സുവിശേഷം. സകല മനുഷ്യരും രക്ഷപ്പെടാൻ. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വ്യക്തി, നസറയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനു കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഈ നാമത്തിൽ പാപമോചനമുണ്ട്. ഈ നാമത്തിൽ രോഗശാന്തിയുണ്ട്. ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകും. ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ നാമത്തിൽ കുരുടർക്ക് കാഴ്ച ലഭിക്കും. ഈ നാമത്തിൽ ചെകിടർക്ക് കേൾവി കേട്ടും. ഈ നാമത്തിൽ മുടന്തര് നടക്കും. ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. അവന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യമുണ്ടാകും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിക്കുന്ന യേശുവിന്റെ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, പകർന്ന തൈലം പോലുള്ള നാമം, പരിശുദ്ധ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. സ്തോത്രം. ആ നാമത്തിൽ പാപമോചനമുണ്ട്. ആ നാമത്തിൽ വീണ്ടെടുപ്പും വിടുതലുമുണ്ട്. അപ്പൊ എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. 5 പൈസ കൊടുക്കണ്ട. ഇവിടെ പിന്നെ സ്തോത്ര കാഴ്ച എടുക്കുന്നത് രക്ഷപ്പെടാനൊന്നുമല്ല, പുള്ളി രക്ഷപ്പെടാനാ. അതിന്റെ കാരണം പുള്ളിയുടെ കുഴപ്പമല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച്, ഇത്രയും കസാര, ഈ സ്റ്റേജൊക്കെ നന്നായിരിക്കുന്നു കേട്ടോ. ഇതിനെല്ലാം ചിലവുള്ളതാ. അപ്പൊ അതിന് കൊടുക്കണം. അത് സ്വർഗത്തിൽ പോകാനൊന്നുമല്ല. മൈക്ക് സെറ്റുകാർ, അവർക്ക് മൈക്ക് സെറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. മോന്റെ പേരെന്നാ? പൊന്തമ്പുഴക്കാരനാണോ? ലൈസാമ്മയുടെ സണ്ണിയുടെ പൊന്തമ്പുഴ? ആയിക്കോട്ടെ. പിന്നെ നന്നായിട്ട് രക്ഷിക്കപ്പെട്ടോണേ. യേശുവിനെ അറിഞ്ഞോണേ. ഇതെല്ലാം മർക്ക് ചെയ്ത് വെച്ച് പിന്നെ പരുവക്കേടാകരുത്. നന്നായിരിക്കുന്നു കേട്ടോ. മൈക്ക് സെറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇത് ചിലടത്ത് ചെന്ന് നമ്മൾ പ്രസംഗിച്ചാൽ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല കേട്ടോ. നല്ല സുഖമുണ്ട്. ചിലടത്ത് ചെന്ന് അല്ലേലിയാന്ന് പറഞ്ഞ അളിയാന്നാ കേൾക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കണം. സെറ്റ് വർക്ക് ചെയ്യുന്നത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നല്ലോ, അത് ചെയ്യണം. പാട്ടുകാർക്ക് കൊടുക്കണം. ഇവർക്കെല്ലാം ചെയ്യണം. അപ്പൊ അതിന് ചെലവുണ്ട്. അത് സ്വർഗത്തിൽ പോകാനല്ല. കടമില്ലാതെ മറ്റ് ബുദ്ധിമുട്ടില്ലാതെ അദ്ദേഹവും ഇനി കർത്താവ് വരാൻ താമസിച്ച് അടുത്ത കൊല്ലവും നടത്തണം. സ്തോത്രം. അത് സ്വർഗത്തിൽ പോകാനല്ല. സ്വർഗത്തിൽ പോകാൻ 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈല് നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട. സാധാരണ ഉപദേശിമാര് പറയുമ്പോൾ കയ്യും പൊക്കണ്ട, കാലും പൊക്കണ്ട. നീ ഇരിക്കുന്ന ഇടത്തിരുന്ന് ആത്മാർത്ഥമായി ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ യേശുവേ, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ ഇന്ന് രാത്രി രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. അവിടുന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ദൈവത്തിന് മഹത്വം. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ഗജം വെളുത്തവനെ, ജ്വാലാഗ്നിലോചനനെ, കേശം വെളുത്തവനെ,
ജ്വാലാഗ്നിലോചനനെ കേശം വെളുത്തവനെ ജ്വാലാഗ്നിലോചനനെ ഉച്ചക്കതീരവൻ പോൽ ഉജ്വലദാനനെ ഉച്ചക്കതീരവൻ പോൽ ഉജ്വലദാനനെ ദേവകുമാര സർവപാപവിദൂരാജയിക്ക ദേവകുമാര സർവപാപവിദൂര ജയിക്കാം. ഇന്ന് രാത്രി രക്ഷിപ്പാൻ കഴിവുള്ളവൻ, വിടുവിപ്പാൻ കഴിവുള്ളവൻ നസറയനാകുന്ന യേശു ക്രിസ്തു. ഓടിച്ചു പോകാം. അപ്പൊ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ടേ? വായിച്ചേ 49 സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യം ഒന്ന് വായിച്ചോ. സങ്കീർത്തനം 49 പ്രാരംഭവാക്യം ഒന്ന് വായിച്ചേ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും. അപ്പൊ ശ്രദ്ധിക്കുക, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ഒന്നുകൂടെ ആ തിരുവഴുത്ത് ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വായിച്ചാട്ടെ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. അപ്പൊ എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. സകല ജാതികളും ഇത് കേൾക്കണം. ജാതികൾ മനുഷ്യനുണ്ടാക്കി വെച്ചതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാവരും ഇത് കേൾക്കണം. ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുന്ന ചരിക്കുന്ന സകല ആൾക്കാരും ഇത് കേൾക്കണം. അതിനാ ഇത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. അതിനാ മറ്റു വിഷയങ്ങൾ പലതും കേട്ടാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുക, ഭീതി ഉളവാക്കുന്ന, മനോദുഃഖം വർദ്ധിപ്പിക്കുന്ന, ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്ന, ഹൃദയത്തെ തകർക്കുന്ന വാർത്തകളാ ഓരോ ദിവസവും കേട്ടോണ്ടിരിക്കുന്നത്. അതെ, ഓരോ ദിവസവും കേൾക്കുന്നത്. പത്രമെടുത്ത് നോക്കിക്കേ, ദൃശ്യമാധ്യമങ്ങളെല്ലാം നോക്കിക്കേ, നല്ല വാർത്തയാണോ? അല്ല. ജ്യൂസിനകത്ത് കലക്കി കുടിപ്പിച്ചു, കൊന്നു, നല്ല വാർത്തയാണോ? നിങ്ങൾക്കൊക്കെ നല്ല വാർത്തയായിട്ട് തോന്നും, എനിക്കൊക്കെ നല്ല വാർത്തയായിട്ട് തോന്നുന്നില്ല. പ്രാരാബ്ദം കൊണ്ടും ബുദ്ധിമുട്ടും കൊണ്ടും പിള്ളേരെ കിണറ്റിലിട്ട് കൊന്നു, നല്ല വാർത്തയാണോ? അല്ല. ഭാര്യയെ തുണ്ടം തുണ്ടമായിട്ട് നുറുക്കി ഒരുത്തൻ മിക്സിക്കകത്തിട്ട് അടിച്ചെന്നോ അതാണ്ടൊക്കെ കേൾക്കുന്നു. ഇല്ല, അങ്ങനല്ലേ? കേട്ടില്ലേ ഒന്നും? നല്ല വാർത്തയാണോ? പൂനെയിലെ ഒരുത്തിയെ ദുബൈക്ക് ഭർത്താവ് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഒറ്റ ഇടി മോന്തക്കിട്ട് അവൻ ചത്തു, നല്ല വാർത്തയാണോ? വായിച്ചില്ലേ? അവളോട് അവൻ പറഞ്ഞു എന്നെ ദുബൈക്ക് കൊണ്ടുപോകാന്ന്. സമയത്ത് അവൻ കൊണ്ടുപോയില്ല, എന്തോ തടസ്സം വന്നു. അവള് ഒറ്റ ഇടി കൊടുത്ത് മോന്തക്കിട്ട് അവൻ അന്നേരം ചത്തു. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും കണ്ടും വേണം കൊണ്ടുപോകാനൊക്കെ പറയുന്നത്. ഒറ്റ ഇടിക്ക് തന്നെ ഇപ്പൊ ചെല്ലു പറയാ, പക്ഷെ അവളെന്നെ ഒന്ന് ഇടിച്ചതാ, കൃപയാൽ ഞാൻ ചത്തില്ല ആയിട്ട്. ഇനി ഇടി മേടിക്കാതിരിക്കാൻ ഒരു സഹോദരി പറഞ്ഞു, എന്നെ അടിച്ചു, ഞാനും ഒരു അടി കൊടുത്ത്, പിന്നെ ഇന്ന് വരെ അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എൻ്റെ അടിക്കായിരുന്നു ആയം. കേൾക്കുന്ന വാർത്തയൊന്നും നല്ല വാർത്തയല്ല. മാതാപിതാക്കളെ ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുപോകുന്ന അവിടെ നിർത്തിയച്ചങ്ങ് പോയി മക്കള്. പള്ളിപ്പെരുന്നാളിന് കൊണ്ടുപോയി അവിടെ ആളും തള്ളുവല്ലോ, ഇട്ടേച്ചങ്ങ് പോയി. അനാഥശാലയെ കൊണ്ട് മാതാപിതാക്കളെ ജനിപ്പിച്ച അപ്പനെയും 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മയും കൊണ്ട് ഉപേക്ഷിച്ചു പോയെന്ന് നല്ല വാർത്തയാണോ? മരുമക്കൾക്ക് അത് നല്ല വാർത്തയായിരിക്കും, പക്ഷെ അപ്പനും അമ്മയ്ക്ക് മനോദുഃഖമാണ്. കേൾക്കുന്നവർക്ക്, മനസാക്ഷിയുള്ളവർക്ക് നല്ല വാർത്തയല്ല. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നല്ല വാർത്തയാണോ? കൊച്ചു കുഞ്ഞുങ്ങളെ ബോംബിട്ട് നശിപ്പിക്കുന്നത് നല്ല വാർത്തയാണോ? മതത്തിൽ ചേർക്കാൻ പെടലി കണ്ടിക്കുന്നു, നല്ല വാർത്തയാണോ? ആണോ? വടിവാള് ചുഴറ്റി കശക്കി ഭീഷണിപ്പെടുത്തി നല്ല വാർത്തയാണോ? അല്ലല്ല. എന്റെ മതത്തിൽ ചേരണം, ചേർന്നില്ല നിന്നെ കണ്ടിക്കും, നല്ല വാർത്തയാണോ? എനിക്ക് തോന്നുന്നില്ല. ഒരു സാധുവായ മനുഷ്യനെയും പിള്ളേരെയും ചുട്ടു കൊന്നു, ചുട്ടു
കത്തിച്ചു, നല്ല വാർത്തയാണോ? കത്തിച്ചവന് ചിലപ്പോൾ നല്ല വാർത്തയായിട്ട് തോന്നും, അനുകൂലിക്കുന്നവർക്ക് ചിലപ്പോൾ നല്ല വാർത്തയായിട്ട് ചെല്ലി കേൾക്കുമ്പോൾ മറ്റവനെയും കൂടെ കത്തിക്കാൻ. നല്ല വാർത്തയല്ല. ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ്, ഇതൊന്നും നല്ല വാർത്തയല്ല. അപ്പൊ ഇവിടെ കേൾക്കുന്ന ഓരോ വാർത്തകളും നമ്മുടെ കർണത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകളാണ്. ഈ ശബ്ദകോലാഹലങ്ങളെല്ലാം നല്ലതല്ലല്ലോ. ഉണ്ണായി വാര്യര് നളചരിതത്തിൽ പണ്ട് ഒരു വരി കുറിച്ച് വെച്ചു: ചലതള്ളി ചെങ്കാരം ചെവികളിൽ അങ്കാരം കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ കുസുമസൗരവം നാസാഗുഗരസരസൈരിപം. സ്കൂളിൽ പഠിച്ചതാ, നളചരിതമാ. പൂന്തോട്ടത്തിലെ തോഴിമാരുമായിട്ട് ദമയന്തി നിൽക്കുമ്പം അരയന്നം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. പഠിച്ചതല്ലേ? ഓ, ഇപ്പൊ ചെല്ലി എന്തിക്കാ പഠിക്കുകയായിരുന്നു, ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുമായിരുന്നു എന്ന്. അപ്പൊ അരയന്നം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. കവിയുടെ ഭാവന: മിന്നൽ കൊടി ഇറങ്ങി വരികയോ വിധുമണ്ഡലം ഇറങ്ങി ക്ഷിതിയിൽ പോരുകയോ സ്വർണവർണ്ണമഹാ അന്നം പറന്നിങ്ങു വരികയോ കണ്ണുകൾക്ക് ഇത് നല്ല പിയൂച്ചരികയോ. അപ്പൊ അരയന്നം വന്നപ്പം കൂടെ നടന്നു. നമ്മൾ സ്കൂളിൽ പഠിച്ചതാ. ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും പ്രതിപദമപിതോന്നുമാറും മന്ദം നടന്നാൽ അതപതമയന്തി ആളിമാരോർ വേറിട്ടങ്ങത് പൊടുതര എന്ന പ്രൗഢനൂജേ സകാസം. അപ്പൊ അരയനോ ആയിട്ട് മാറി കാര്യങ്ങൾ സ്കൂളിൽ പഠിച്ചതാ. അപ്പം പുള്ളിക്കാരി ഉടനെ ഇതെല്ലാം കഴിഞ്ഞ വെച്ച് പറഞ്ഞ് നമുക്ക് അങ്ങ് കൊട്ടാരത്തിലോട്ട് പോകാന്ന്. വരി നല്ലതാ. ചലതള്ളി ചെങ്കാരം ചെവികളിൽ അങ്കാരം കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ. ചെവിക്കകത്തോട്ട് കുന്തം കൊണ്ട് തുളയ്ക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ. അങ്ങനത്തെ വാർത്തകളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. നല്ല വാർത്തയല്ലല്ലോ. കുസുമ സൗരഭം നാസാകുകര സരസൈരിപം. ഈ പൂക്കളുടെ സുഗന്ധം പുള്ളിക്കാരിക്ക് അങ്ങ് ദുർഗന്ധമായിട്ട് തോന്നിട്ട് നാസാകുകര ഈ അകത്തോട്ട് കയറിയിട്ട് അങ്ങ് അസ്വസ്ഥതയാ പോകാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് അതങ്ങ് വിട്ടേക്കാം. ഈ കേൾക്കുന്ന വാർത്തകളും വായിക്കുന്ന വാർത്തകളെല്ലാം നമുക്ക് മനോദുഃഖവും വെപ്രാളവും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും. ചില വാർത്ത, ഇന്നാളൊരു അമ്മ പറഞ്ഞു, ഞാൻ ഇന്നൊന്നും കഴിച്ചില്ല. ഞാൻ ചോദിച്ചു എന്നാ? ഓ, പത്രം രാവിലെ വായിച്ചപ്പോഴേ വണ്ടി ഇടിച്ചു 5 പേര് മരിച്ചു. ആ ഫോട്ടോയും കണ്ട് ആ കുഞ്ഞുങ്ങളുടെ കിടപ്പ് കണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കണമെന്നേ ഇല്ല. ഉണ്ടോ? കേൾക്കുന്ന വാർത്തയെല്ലാം ദുഃഖമുണ്ടാക്കുന്ന വാർത്ത. അന്യോന്യം കൊമ്പ് കൂർക്കുക, പള്ളിയുടെ പേര് പറഞ്ഞ് നടുറോടി കിടന്ന് വഴക്കുണ്ടാക്കുക, വൈദികനെ തല്ലുക. ഇല്ലേ? വാർത്ത ഒന്നും വായിക്കുന്നില്ലേ? എന്നെ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നതല്ല. 82 വയസ്സം കണ്ടൊരു വൈദികനെ. അപ്പം വേറൊരാൾ പറഞ്ഞു, അയാൾ എന്തിനാ അങ്ങോട്ട് ചെന്നത്? അയാൾ പിന്നെ പള്ളിയിൽ പോകാതെ പിന്നെ എന്നതാ? വഴി കിടന്ന് വഴക്ക. വിഷയം യേശുവാ. യേശു ഇതെല്ലാം കണ്ട് അന്തം പെടുക. ദൈവമേ, ഈ വിവരദോഷികള്. കേൾക്കുന്ന വാർത്തയെല്ലാം സ്വൈര്യക്കേടുണ്ടാക്കുന്നതാണ്, മനോദുഃഖമുണ്ടാക്കുന്ന വാർത്തകളാ. എന്നാൽ ഇതിന്റെ നടുവിൽ അവൻ മനസ്സിന് കുളിർമയേകുന്ന, കാലുകൾക്ക് ഇമ്പം വരുത്തുന്ന, കർണങ്ങൾക്ക് സുഖം വരുത്തുന്ന നല്ല വാർത്ത, അതാണ് സുവിശേഷം. പക്ഷെ ഇത് കേൾപ്പിക്കത്തുമില്ല, കേൾക്കാനൊട്ടും ഒക്കത്തുമില്ല. ഇത് കേൾപ്പിക്കത്തുമില്ല. നമ്മുടെ ആൾക്കാർ തന്നെ കേൾപ്പിക്കുകയല്ലോ. ഇവിടെ പിന്നെ നന്നായിട്ട് മൈക്ക് സെറ്റ് ചെയ്യുന്ന നന്നായിരിക്കും. ചിലർ കേൾപ്പിക്കുകയല്ല. നമ്മൾ പറയണ്ട, അതിനപ്പുറം ആരും കേൾക്കരുത് കേട്ടോ. നമുക്ക് ആ പോസ്റ്റേലും കൂടെ ഒരു ചെറിയ ബോക്സ് പോലെ ഇപ്പം അങ്ങനെ വെക്കുന്നുണ്ടല്ലോ. ഞാൻ യാത്രയൊക്കെ ചെയ്യുമ്പം മിക്കയിടത്തും ഉത്സവത്തിനും പെരുന്നാളിനുമൊക്കെ ഓരോ പോസ്റ്റേലും വെക്കുന്നുണ്ട്. ഉണ്ട്. 11:00-ക്കുമൊക്കെ നല്ല ശബ്ദമാണ്. നമുക്ക് വെച്ചാൽ തന്നെ ഓ, നമുക്ക് പെർമിഷൻ കിട്ടുകയല്ല. ആയിക്കോട്ടെ.
ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടായോ? അല്ല, വോട്ട് എല്ലാവരുടെയും വേണമല്ലോ. ഇലക്ഷൻ വരുമ്പോഴേ മിണ്ടുന്നില്ല. എന്നല്ല ഇങ്ങനെ പമ്മിയിരിക്കുന്നേ. പിന്നെ ഒരു കാര്യം നമ്മൾ ആശ്വസിക്കണം, ഈ ലോകത്തിൽ നീതി ന്യായം ഒന്നും നടക്കുകയല്ല. നീതിയോടും ന്യായത്തോടും ഒന്നും ആരും ഇടപെടുന്നില്ല. പക്ഷേ ഇതിൻ്റെ നടുവിൽ ഇനി നീതിയോടും ന്യായത്തോടും ഭരിക്കാനും ഭരണം നടത്താനും ഒരുവൻ വരും. അതാണ് നമ്മുടെ പ്രത്യാശ, നസ്രയനാകുന്ന യേശു. നീതിക്കായി മെഷിക്ക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. നീതിക്കായി മിശിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ ഇടുമേ. എഴുന്നു ശോഭിപ്പീൻ ദീപം തെളിപ്പീൻ. ഓ എഴുന്നു ശോഭിപ്പീൻ ദീപം തെളിപ്പീൻ. ഓ പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. നിൻകിരീടമാരുമേ ഡൂത്തിടാതെ നോക്കുക. ജീവിത വസ്ത്രത്തെ നീ വെണ്മയായി കാക്കുക. നിൻകിരീടമാരുമേ ഡൂത്തിടാതെ നോക്കുക. ജീവിത വസ്ത്രത്തെ നീ വെണ്മയായി കാക്കുക. എഴുന്നു ശോഭിപ്പീൻ ദീപം തെളിപ്പീൻ. എഴുന്നു ശോഭിപ്പീൻ ദീപം തെളിപ്പീൻ. പറന്നു പോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കേ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഈ വാർത്ത കേൾക്കണം കേട്ടോ. എല്ലാവരും കേൾക്കണം. നല്ല വാർത്തയാ, ഗുഡ് ന്യൂസ്, സത്വർത്തമാനം, നല്ല വാർത്തയാ. ആർക്കും കേൾക്കാം കേട്ടോ. എല്ലാവരും ഇരിക്കുമ്പോഴും കേൾക്കാം. മറ്റു വാർത്തകളൊക്കെ അപ്പനും അമ്മയും മക്കളും ഒക്കെ ഇരിക്കുമ്പോൾ കേൾക്കാനൊക്കെ അല്ല. കൊച്ചുമക്കളും ഒക്കെ ഇരിക്കുമ്പോൾ എല്ലാ വാർത്തയും ഒന്നും പറയാനൊക്കത്തില്ല. ചെല്ലു പറയുന്നില്ല, എഴുന്നേറ്റ് പോടാ, മൂത്തോര് വർത്താനം പറയുന്നതിനിടെ. കാരണം മൂത്തോര് പറയുന്നതെല്ലാം അത്രയാ. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ മേലാത്തതൊക്കെയാ. മിണ്ടുന്നില്ല. പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ, എഴുന്നേറ്റ് പോ, മൂത്തോര് വർത്താനം പറയുന്നതിന് ഇടയിലാന്നോടാ. നീ എന്നെ കേൾക്കാനായിരിക്കുന്നു. ഇങ്ങോട്ട് വാ. മൂത്തവർക്കും കേൾക്കാം, കൊച്ചുങ്ങൾക്കും കേൾക്കാം, അമ്മയ്ക്കും കേൾക്കാം, അപ്പനും കേൾക്കാം, ചേട്ടനും കേൾക്കാം, ചേച്ചിക്കും കേൾക്കാം, ചേട്ടത്തിക്കും കേൾക്കാം, പാസ്റ്റർക്കും കേൾക്കാം, വിശ്വാസിക്കും കേൾക്കാം, നാട്ടുകാർക്കും കേൾക്കാം, അയലത്തുകാർക്കും കേൾക്കാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന നല്ല വാർത്ത, അത് സുവിശേഷമാണ്. ആരോടും പറയാം. ഈ ഒരു വാർത്തയേ ഉള്ളൂ നല്ല വാർത്ത. സ്തോത്രം. ആ വാർത്ത കേൾപ്പിക്കാൻ ഈ കർത്തദാസനും സഹപ്രവർത്തകരും ഇവിടെയുള്ള ദൈവമക്കളും എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് ഇങ്ങനൊരു വേദി ഒരുക്കിയതിൽ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, നിങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന വാർത്ത ഇതാ. ദൈവത്തിന് മഹത്വം. ഓടിച്ചു പോകാം. ഈ സുവിശേഷം കേട്ടാൽ എന്തോ ഗുണം എന്നാ? ചെല്ലു പറയത്തില്ലേ എന്തോ ഉണ്ട് ഗുണം? ചെല്ലു ചോദിക്ക് എന്തോ കിട്ടും. എന്നോടൊരാൾ ചോദിച്ചു ഒരു തലയ്ക്ക് എത്രയാന്ന്. ഞാൻ ചോദിച്ചു മീൻ തലയാന്നോടാ. കടയിൽ ചെന്നാ തല മേടിക്കുന്നത്. ഇപ്പം അങ്ങനെ ഉണ്ട്. അല്ല, നിങ്ങൾ ഒരാളെ സഭയെ കൊണ്ടുചെന്നാ നിങ്ങൾക്ക് അമേരിക്കയെന്ന് പിന്നെ എടാ വിവരക്കേട് പറയാതെടാ ചുമ്മാ അമേരിക്കക്കാർ തരുമെന്ന് എന്തോ കുന്തം തരും. അത് നിങ്ങളിവിടെ വന്ന് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഓർത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് അമേരിക്കയിലാണ്. പക്ഷെ അമേരിക്കയിലാണെന്ന് പറയത്തില്ല. നമ്മൾ ചോദിക്കുക അച്ഛൻ ഇവിടെ, ഞാനിവിടെയൊക്കെ ഉണ്ട്, ഞാനിവിടെയൊക്കെ. ഒരിക്കൽ ഞാൻ പറഞ്ഞു അമേരിക്ക എന്ന് പറഞ്ഞില്ല, ഞാൻ പറയുമെന്ന് പറഞ്ഞു. കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും 10 പൈസ. ദൈവത്തിന് മഹത്വം. അപ്പൊ ചെല്ലി ചോദിക്കലേ എന്തോ ഉണ്ട് ഗുണം? സുവിശേഷത്താൽ എന്തെല്ലാം ഗുണമുണ്ട്? അല്ല, സുവിശേഷം കൊണ്ടാണല്ലോ ഗുണം വന്നത്.
നിങ്ങൾ പുറകോട്ട് ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. അയ്യോ, ഒരു കാലത്ത് ഇതുപോലെ വെള്ളത്തുണി ഉടുത്തോണ്ട് റോഡിൽ കൂടെ എല്ലാവർക്കും നടക്കാൻ ഒക്കത്തില്ല. കുറെ പേർക്കൊക്കെ നടക്കാം, എല്ലാവർക്കും ഒക്കത്തില്ല. മനുഷ്യനാണല്ലോ വേറെ കൃത്യം ഉണ്ടാക്കി വെച്ച താഴേക്കിടയിൽ പെട്ടവരെന്നും മേലേക്കിടയിൽ അധസ്ഥിതരെന്നും ഒക്കെ മുദ്ര കുത്തിയ ചിലരുണ്ട്. അവർണരും സവർണരും അങ്ങനല്ലേ? ഈയിടെ ഞാൻ ആരോ പറഞ്ഞതാണോ കേട്ടതാണോ ഒരു പാട്ടിനെ പറ്റി, വയലാർ രാമവർമ്മയുടെ പാട്ടാ. ആ പാട്ട് വരി മറന്നു. പാട്ടിതാ: ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം. നിങ്ങളാരും കേട്ടിട്ടില്ലേ? നിങ്ങൾ ആത്മീയരായതുകൊണ്ട് ഇതൊന്നും തികഞ്ഞ ആത്മീയരായതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഗുരുവായൂർ അമ്പല നടയിൽ മോനെ പാട്ട് നിങ്ങൾക്കറിയത്തില്ലേ? എങ്ങനെ അതിന്റെ വരി? ഒരു ദിവസം എന്നിട്ടോ അറിയാവോ പാട്ട്? ഇത് കൊട്ടുന്നല്ലാതെ അതൊന്നും അറിയാൻ മേല. അപ്പൊ ആ പാട്ടിനെ പറ്റി ഒരു കമന്റ് എഴുതിയിരിക്കുന്നത് എന്റേതല്ലേ, ആരോ എഴുതിയതാ. കമന്റ് ഇതാ. ഞാൻ ആ ഭാഷയൊക്കെ പറയുന്നത് ക്ഷമിക്കണം, അതിലെഴുതിയത് അങ്ങ് പറയുക. സവർണനായ ഒരു വ്യക്തിയായി ഇത് എഴുതിയതെന്ന് വയലാർ. അത് പാടിയത് ഒരു ക്രിസ്ത്യാനി, യേശുദാസ്. എന്നെ പറ്റി സ്വത്രാഴ്ച എടുക്കാം, ഞാൻ ഇതുകൂടെ പറഞ്ഞേച്ചു. എന്നെ എടുക്കാം. അപ്പൊ പാട്ടിന്റെ വരിയെ പറ്റി കമന്റാ, ഞാനത് വായിച്ചു. സവർണനായ ആൾ ഇത് എഴുതി, ഒരു ക്രിസ്ത്യാനി ഇത് പാടി, അവർണനായ ഒരാൾ അതിന് ട്യൂണുമൊക്കെ കൊടുത്തത്. ഞാൻ എല്ലാ ഭാഗവും പറയുന്നില്ല. അതൊരു സിനിമയിൽ അഭിനയിച്ചത് ഒരു മുസ്ലിം, പ്രേം നസീർ. ഒന്നും അറിയാമേലേ? അപ്പൊ നിങ്ങൾ പാട്ടുകാരെ ശ്രദ്ധിച്ചോണം. സവർണനായ ആള് എഴുതി, അവർണനായ ആള് ട്യൂണുമൊക്കെ ചെയ്ത്, എനിക്കൊന്ന് ദേവരാജൻ മാസ്റ്റർ ആരാ അല്ലേ, അത് ട്യൂണുമൊക്കെ ചെയ്ത്, ക്രിസ്ത്യാനി അത് പാടി, മുസ്ലിം അഭിനയിച്ച്, എല്ലാവരും ഉണ്ടെന്ന് ഇതിനകത്ത്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. വേറുകൃത്യം പാടില്ല, തരംതിരിവ് പാടില്ല. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആ ദൈവത്തിങ്കിലേക്ക് എല്ലാവരും കടന്നു വരണം. അന്യോന്യം കുത്തിക്കൊല്ലുകയും കൊങ്ങാക്കി പിടിക്കുകയും കത്തിക്കുകയും ഒന്നും ചെയ്യരുത്. ക്ഷമിക്കണം, സഹിഷ്ണുത, ക്ഷമ, ഇതൊക്കെ മനുഷ്യന് അത്യാവശ്യമാണ്. അപ്പൊ എല്ലാവരും കേൾക്കാൻ പറ്റുന്ന സുവിശേഷം. അപ്പൊ സുവിശേഷം കേട്ടാലുള്ള ഗുണം എന്നാ? ഒത്തിരി ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ, ഇതുപോലെ വെള്ളത്തുണി എടുത്തോണ്ട് റോഡേ ഒന്നും എല്ലാവർക്കും ഒരു കാലത്ത് നടക്കാനൊക്കത്തില്ല. വലിയ പുള്ളിക്കാരി വളർമ്പോൾ ഹോയ് ഹോയ് എന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോൾ താഴേക്കിടയിൽപ്പെട്ടവര് ഓരോ ജാതി ഇത്ര അടി, നായർ ഇത്ര അടി, ഈടവർ ഇത്ര അടി, പുലയർ ഇത്ര അടി, പറയർ ഇത്ര അടി, പിന്നെ താഴോട്ടുള്ളതൊക്കെ ഇത്ര അടി അടിക്കണക്ക് ദൂരം അടിയൊക്കെ അവരെഴുതി വെച്ചിട്ടുണ്ട്. അത്ര അടി മാറിയില്ലേ വേറെ അടി, അതിന് പഠിക്കാൻ ആളുണ്ട്. മാടിനെ മനുഷ്യനെ ഒന്നിച്ചു വെച്ചാൽ കണ്ടം പൂട്ടി വിടുന്നത്. ഞാൻ കുട്ടനാട്ടുകാരനാ. കുട്ടനാട്ടിൽ എൻ്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്. 107 വയസ്സിലോട്ട് കയറുക. പഴയ കാര്യമൊക്കെ പറഞ്ഞു തരും. അവിടെ കായൽ കൂടുതൽ, അവിടെ കൃഷി ചെയ്യുന്നത് ഇഷ്ടം പോലെ കായലുണ്ട്, ഇഷ്ടം പോലെ കായൽ. അവിടെ കായലെന്ന് പറയുന്നത് കൃഷി ചെയ്യുന്ന സ്ഥലത്തിനാണ്. വേമ്പനാട്ട് കായലൊക്കെ കുത്തിയെടുത്തത് കൊണ്ടാണ്.
രാജപുരം കായല്, മംഗലം കായല്, ശ്രീമൂലം കായല് 6000, പുത്തൻ 6000, ജഡ്ജി 6000, പിന്നെ മാരാം കായല്, എച്ച് ബ്ലോക്ക്, സി ബ്ലോക്ക്, മാർത്താണ്ഡ, ചിത്തിര, റാണി, അങ്ങനെ കിടക്കുക കായല്. അപ്പൊ എൻ്റെ വല്യമ്മച്ചി പാട്ടൊക്കെ പാടുമായിരുന്നു. പഴയ നാടൻ പാട്ടൊക്കെ പാടും, പുരാണ കഥകളും പാടും, ഇപ്പോഴും ഉണ്ട്. വല്യമ്മച്ചിയുടെ ജ്യേഷ്ഠത്തി നന്നായിട്ട് പാട്ട് പാടും. രണ്ടുപേർക്ക് നല്ല ട്യൂണുമാ, നല്ല ശബ്ദവുമാ, പുരാണ കഥകൾ മുഴുവൻ മനപ്പാടവുമാ. വല്യമ്മച്ചി പാടിയാ ഞാൻ പലതും പഠിച്ചതും കേട്ടതും. അപ്പൊ അന്ന് പാട്ട് പാടിയ കണ്ടത്തില് ജോലി ചെയ്യുന്നത്. അതിന് അവിടുത്തെ ഭാഷയാ തലപ്പാട്ടുകാരെന്ന് പറയും. തലപ്പാട്ട് അവർക്ക് 2 കൂലിയാ. പിന്നെ പാട്ട് മുതലാളിമാർക്കും തമ്പുരാക്കന്മാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ വേറെ പാരിതോഷികങ്ങളും കൊടുക്കും. വല്യമ്മച്ചി അതൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അപ്പൊ അങ്ങനെ പാടി പണിയെടുക്കും. പാടി അപ്പൊ പണി നന്നായിട്ട് നടക്കും. മുതലാളിമാർക്ക് നല്ല കോളാ. കാരണം ഈ പെണ്ണുങ്ങൾ വാശിക്കല്ലേ പാടുന്നത്. അപ്പൊ നല്ല സ്പീഡിൽ പണിയും. കുശുമ്പുള്ള പെണ്ണുങ്ങളാന്ന് കയറി ജയിക്കണ്ടേ. പിന്നെ അത് ആ പാട്ട് നിർത്തിയത് കമ്മ്യൂണിസ്റ്റുകാർ വന്നവർ പറഞ്ഞു അങ്ങനെ പാടി പണിയെടുക്കണ്ട, അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു. അത് വേറെ വിഷയം, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെ പാടത്ത് പണിയെടുത്താൽ ചെയ്യുന്ന ജോലിക്ക് വേണ്ടതായ കൂലി കൊടുക്കത്തില്ല. കൂലി ചോദിച്ച് അങ്ങോട്ട് ചെല്ലാനും ഒക്കത്തില്ല. അയിത്തമുള്ള കാലമാണ്. എല്ലാവരുടെയും വീട്ടിൽ കയറ്റുകയല്ല, എല്ലാവരുടെയും മിറ്റത്ത് കയറ്റുകയല്ല, എല്ലാവരും പാത്രത്തിലൊന്നും വെള്ളം കൊടുക്കുകയല്ല. ചില വീടുകളിലൊക്കെ ചെന്ന് പറഞ്ഞു കേട്ടുണ്ട്, കുടിച്ചാൽ പാത്രം കമത്തി വെക്കണം, കഴുകി വെച്ച് കമത്തി വെക്കണം. തമ്പുരാട്ടിന്ന് വിളിക്കണം, തമ്പുരാട്ടിന്ന്. ഞങ്ങൾക്കൊരു കൊച്ചമ്മയുണ്ടായിരുന്നു, അവര് ഇച്ചിരി ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു. അവര് പറഞ്ഞു കേട്ടതാ, വീട്ടിൽ നിന്ന് മേടിച്ച് വെള്ളം കുടിച്ചേച്ച് ഇങ്ങനെ വിളിച്ചു. അവര് തമ്പുരാട്ടിന്ന് വിളിക്കാൻ ഇഷ്ടമല്ല. അവര് പറയും ചെമ്പിയട്ടി എന്നാണ് ഇവര് വിളിക്കുന്നത്. അപ്പൊ അടുക്കളയായിരുന്നു, അവർക്ക് തോന്നും തമ്പുരാട്ടി എന്നാണ്. ചെമ്പിയട്ടിയേ. അപ്പൊ അകത്തിരുന്ന് അവരൊക്കെ തമ്പുരാട്ടി എന്നാ, ഇവര് ചെമ്പിയാട്ടി എന്നാ വിളിച്ചത്. കാരണം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മിറ്റത്ത് കയറ്റുകയല്ല, ഭക്ഷണം കൊടുക്കുകയല്ല. പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടു, മിറ്റത്ത് കുഴി കുത്തി ഇലയൊക്കെ കോട്ടി കൊടുക്കും. പണ്ട് ഊന്നക്കാരനെ കൊണ്ട് മുതലാളി പോയി, മുതലാളിയും കൊണ്ട് തിണ്ണയിലിരുന്ന് ഭക്ഷണം കഴിക്കുക. ഊന്നക്കാരന് വീട്ടുകാർ അങ്ങോട്ട് മാറ്റി ഭക്ഷണം കൊടുത്തു. ഇവര് ചോറും നല്ല മീനും ഒക്കെ കൂട്ടി മുതലാളിയും കഴിക്കുക. ഊന്നക്കാരൻ വള്ളം ഊന്നുന്നവനെ തിണ്ണ കയറ്റുവോ, അവന് വേറെ ഭക്ഷണം കൊടുത്തു. അപ്പൊ അവന് കഞ്ഞിയാണ് കൊടുത്തത്. മറ്റവര് നല്ല തുമ്പപ്പൂ പോലത്തെ ചോറ, അവന് കഞ്ഞി നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇവൻ അവിടെ നിന്ന് പറഞ്ഞു, അച്ഛാന്നാവളെ, അച്ഛാ ഇങ്ങോട്ടൊന്ന് ഓടി വരണം. അപ്പൊ പുള്ളി ഓർത്ത് ഇനി മുള്ളു വല്ലതും തൊണ്ടയെ കുരുങ്ങി വന്ന് പുള്ളി ഓടി വന്ന് എന്നാടാന്ന് ചോദിച്ചു. എന്നാടാ ഉടനെ പുള്ളി പറഞ്ഞു, ഒരു തോർത്തുണ്ടായിരുന്നു തലയൊക്കെ, ആ തോർത്തെടുത്ത് ഇങ്ങനെ അരയിലോട്ട് ചുറ്റി നടന്ന കാര്യം. പുള്ളി തോളെ കിടന്ന തോർത്തെടുത്ത് അരയിലോട്ട് ചുറ്റി ചുറ്റിവെച്ച് പുള്ളിയുടെ തമ്പുരാനോട് പറഞ്ഞു, കമലാക്ഷിയും പിള്ളേരെ നോക്കിക്കോണം, ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങുകയെന്ന്. എന്ന് പറഞ്ഞ തപ്പിയിട്ട് പോലും പറ്റ് കിട്ടുന്നില്ല. വെള്ളം ഒത്തിരി ഉണ്ട്, പറ്റില്ല. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി, മേളിൽ നിന്ന് നോക്കിയാൽ കിട്ടുകയല്ല, ഇതിനകത്തോട്ട് ഇറങ്ങണം. അപ്പൊ പുള്ളിയുടെ ചിന്ത കുടിച്ചെങ്ങാനും ചാകുക എന്നേ കമലാക്ഷിയും പിള്ളേര്. രസകരമായാലും അതിനകത്തൊക്കെ കഴമ്പുണ്ട്, ഉണ്ടെന്ന് അനുഭവിച്ചവരുണ്ട് കേട്ടോ. ഒരു പാട്ടുണ്ടല്ലോ, പെറ്റ മണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പെറ്റ മണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നാം തണ്ടുവലിച്ചു മണി മഞ്ഞ ചുമന്നേ. പണ്ട് നാടുവാഴി തമ്പുരാക്കൾ നമ്മൾ കണ്ടുവലിച്ചേ മണി മഞ്ഞ ചുമന്നേ. അത് പാടാൻ നേരമില്ല. അപ്പൊ ഇങ്ങനെയുള്ള അയിത്തമുള്ള കാലമുണ്ടായിരുന്നു. റോഡാ നടക്കാൻ മേല, പള്ളിക്കുടുത്തി കയറ്റുകയല്ല,
ആഭരണം ധരിക്കാൻ എല്ലാവർക്കും ഒക്കത്തില്ല. കല്ലുമാല ചരിത്രമൊക്കെ അറിയാം. അമ്മമാർക്ക് മാറ് മറയ്ക്കാൻ ഒക്കത്തില്ല. അതിലെ റൗക്കായുടെ സമരമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ മിശ്രഭോജനം നടത്തി സമരം, ഒന്നിച്ചിരുന്ന് കടിക്കത്തില്ല. ആശാനൊക്കെ എഴുതിക്കില്ലേ, കെട്ട് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലകോ ജാതിക്കോമരങ്ങൾ. കലുതുള്ളിയ കാലം. ഇപ്പോഴും ചില വീട്ടിലും ചില സ്ഥലത്ത് വന്ന് എല്ലാവരെയും കയറ്റത്തില്ലല്ലോ. കയറ്റുവോ? പറ. കയറുവന്നൊക്കെ പാടാം, കയറ്റുവോ? നിങ്ങളെല്ലാരും ഇങ്ങനെ ഇരിക്കുന്നേ. ഞാനധികം ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിനെല്ലാം മാറ്റം വരുവാൻ മുഖാന്തരമായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അതെവിടെ പറയണം? ഇഷ്ടമുണ്ടെ അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുണ്ടെ അംഗീകരിച്ചാൽ മതി. നീ അതിനെ അവിടെ കടന്ന് തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അനാവശ്യം പറഞ്ഞിട്ടും കാര്യമില്ല. റോഡേ നടക്കുവാനും ഭക്ഷണം കഴിക്കുവാനും മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനും 2 അക്ഷരം കൂട്ടി വായിക്കാൻ ഇടവരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സംസ്കൃത ഭാഷ ദേവഭാഷയാന്ന് എല്ലാവരും ഉച്ചരിക്കരുതെന്ന. അധകൃതനാകുന്ന ഒരുവൻ ഉച്ചരിച്ചാൽ അവന്റെ നാവ് പിടിതെടുക്കണം. കേട്ടാൽ ചെവിക്കകത്ത് ഈയ ഒരുക്കി ഒഴിക്കണം. പാത്തു നിന്ന് പോലും കേൾക്കാനൊക്കത്തില്ല. സംസ്കൃതമല്ലേ? യാവമുക്തം കൃഷികേശം ഗൂഢാകേശന ഭാരത അതിഭൂമം ചഖിം പ്രോക്ത അതിദൈവം കിമുച്ഛത. ഇതൊക്കെ മറ്റുള്ളവർ പറയാനും കേൾക്കാനും ഒക്കത്തില്ല. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല. ആശാൻ അല്ലയോ എഴുതിയത്? മറ്റുള്ളവർക്കായി ഉഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമി കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റു കൃഷി പണി ചെയ്യുവാനും. ഈ കേശവശാസ്ത്രി എന്ന് പറയുന്ന ഒരു മാന്യദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പണ്ടത്തെ പേര് ടി തേവൻ എന്നാണ്. അദ്ദേഹത്തിന് വളരെ ഒത്താശ ചെയ്തയാളാണ് കടമ്പിനട്ട് എലന്തൂരിനടുത്ത്, സ്ഥലപ്പേര് ഞാനങ്ങ് മറന്നുപോയി, എലവന്തിട്ട സരസകവി മൂലൂര് പത്മനാഭ പണിക്കര്. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ വല്യമ്മച്ചി പാടിയാ ഞാൻ കേട്ടിരിക്കുന്നത്. പഴയ ആൾക്കാർക്കറിയാം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, സുവിശേഷം എല്ലാം നിർത്തി ഇപ്പൊ ഇങ്ങനത്തെ പാട്ടുമായിട്ടാ പുള്ളി. ഇതിനകത്ത് തന്നെ ഇപ്പൊ ചിന്തിക്കുക. ഇന്നിപ്പോ ഇങ്ങനെ പോട്ടെ, നാളെയും മറ്റന്നാളും ഒക്കെ അതിന്റെ പരുവത്തിന് അവർ ചെയ്യും. അപ്പൊ ടി ദേവൻ എന്ന് പറയുന്ന കേശവശാസ്ത്രി അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചൊരു വരി എഴുതി. ഞാൻ അതിനൊരല്പം തിരുത്തലോടുകൂടി ചൊല്ലാൻ പോകുന്നത്. അപ്പൊ അറിയാവുന്നവർക്കറിയാം പാസ്റ്റർ അതിനങ്ങനെ തെറ്റിച്ച് ചൊല്ലുന്നേ. തെറ്റിച്ചല്ല, മനഃപൂർവ്വം ഞാനൊന്ന് വ്യത്യാസപ്പെടുത്തുക, സുവിശേഷ യോഗമായതുകൊണ്ട്. പാട്ടെനിക്കറിയാം. അതിലൊരു വരി ഇങ്ങനെ: നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും, നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങൾ ആണ് അമ്മ പാടുന്ന. കൂടെ അമ്മ കൈപൊക്കിക്കുമ്പോ ഞാൻ കണ്ടമ്മ പാടുന്നത്. പൊക്കമ്മേ കൈ. അമ്മയ്ക്ക് അതറിയാം അല്ലേ? അറിയാവോ അമ്മേ? തള്ള മിണ്ടുകയില്ല. അമ്മയ്ക്കറിയാം. അതാ. അപ്പൊ അമ്മ ഞാൻ ഇച്ചിരി വ്യത്യാസപ്പെടുത്തിയാ പാടുന്നത് കേട്ടോ. എന്റെ വല്യമ്മച്ചി പാടി കേട്ടതാ. നാളികേരം നെല്ലും മറ്റും നാനാവിധ ധാന്യങ്ങളും മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ. ഇച്ചിരി വ്യത്യാസം ഞാൻ വരുത്തുക കേട്ടോ. സുവിശേഷ യോഗമായതുകൊണ്ടാ. ഇച്ചിരി വ്യത്യാസം വരുത്തുക. സാധുവർഗത്തിന്റെ രക്തം വാട്ടിപ്പിഴിഞ്ഞതല്ലയോ, സാധുവർഗത്തിന്റെ രക്തം വാട്ടിപ്പിഴിഞ്ഞതല്ലയോ, സൗദങ്ങളും മാളികയും സമ്പത്തുമല്ല, സൗദങ്ങളും മാളികയും സമ്പത്തുമല്ല.
നാളികേര നെല്ലും മറ്റു ധാന്യങ്ങളും, നാളികേരം നെല്ലും മറ്റു നാനാവിധ ധാന്യങ്ങളും മാളികയിൽ തരുന്നവർ സാധുക്കളല്ലോ. ഭയങ്കര ആയുധമാ. എന്തു ആയുധം? പാടത്ത് പണിയെടുക്കണം, വിത്ത് കണ്ട ഉഴണം, കട്ട നിരത്തണം, കണ്ട ഉഴണം, ഞാറ് നടണം, കള പറിക്കണം, വരിയുണ്ടെങ്കിൽ അത് മാറ്റണം, പിന്നെ കൊയ്യാൻ സമയത്ത് കൊയ്യണം, അരിനാരിട്ട് കെട്ടണം, കറ്റ കുത്തി കൂട്ടണം, കളത്തി കൊണ്ടിടണം, അത് ഇടകെട്ടി ചവിട്ടി മെതിക്കണം. പിന്നെ കുറുമ്പുണ്ടെങ്കിൽ കുറുമ്പ് അറിയത്തില്ലേ ഇതൊന്നും? ഓ, നിങ്ങളെല്ലാം ലണ്ടനിൽ നിന്ന് വന്നതാ, ഇതൊന്നും അറിയാൻ മേല. തള്ളെ അറിയാമെന്ന് ഉള്ള കുറുമ്പ് പിടിച്ച് നിന്റെ ഊപ്പാട് വന്ന കച്ചിക്കടയിൽ കിടന്ന് ചൊറിഞ്ഞ് ഊപ്പാട് വന്ന്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കൊയ്ത് മെതിച്ച് നല്ല പദമാക്കി പുഴുങ്ങി, അല്ലെങ്കിൽ പണ്ടൊക്കെ വറുത്ത് കുത്തി അത് പേറ്റി പെറുക്കി താവലും മങ്കും നെടിയരിയും പൊടിയരിയും ഒക്കെ തരം തിരിച്ച് പഴയ അമ്മമാർക്കറിയാം കൊഴിക്കാൻ. ഇല്ലേ അമ്മാമേ? ഇല്ലേ, കൊഴിക്കാൻ. ഇപ്പൊ അറിയാം തൊഴിക്കാൻ. പണ്ട് കൊഴിക്കുമായിരുന്നു, ഇപ്പം നല്ല തൊഴി കൊണ്ടതൊക്കെ ഇതിനിടെ കാണും. നീ കൈപോക്കുമൊന്നും വേണ്ട. പണ്ട് കൊഴിക്കും. എൻ്റെ വല്യമ്മച്ചി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനല്ലേ മേ? അപ്പൊ അത് പാറ്റി പെറുക്കി കൊഴിച്ച് ഒക്കെ കൊണ്ട് കൊടുക്കും. അതിന് അയിത്തമില്ല. പള്ളിക്കൂടത്ത് കയറ്റുന്നതിന് ആയുധം. ഈ ചേറിനകത്ത് കിടന്ന് വലിഞ്ഞ് അതുകൊണ്ട് നല്ല ഉരുള നെയ്യുമൊക്കെ കൂട്ടി ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ എല്ലാവരും ഫാഷൻ ആയതുകൊണ്ട് ഇങ്ങനെയാണ് കഴിക്കുന്നത്. പണ്ടങ്ങനല്ല, ചോറ് നന്നായിട്ട് ഇളക്കി നല്ല ഉരുട്ടി നല്ല കയ്യിലിട്ടൊന്ന് 3-4 പറ നല്ല പെരുക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം വയ്യ. ഇപ്പൊ ഉണക്കച്ചപ്പാത്തിയാ, അത് ജനലെ പിടിച്ചോണ്ടാ കടിക്കുന്നത്. കാരണം ചപ്പാത്തി കമ്പിവടി പോലെ നിൽക്കുക. ചപ്പാത്തി വയ്ക്കും. ജോർജ് കുട്ടി എന്നാടാ താമസിച്ചതിന് ഒരു കൈ ജനലല്ലേ, ഒരു കൈ. അപ്പൊ പണ്ട് കാലത്ത് അങ്ങനെ നല്ല ഉരുളയാ, അതാ കഴിക്കുന്നത്. അതിന് അയിത്തമില്ല. ഞാൻ വിസ്തരിക്കുന്നില്ല. ഇങ്ങനെയുള്ള അയിത്തത്തിനും അനാചാരത്തിനും ദുരാചാരത്തിനും എല്ലാം അവൻ സതി നിർത്തലാക്കിയല്ലോ. ഇതിനൊക്കെ മൂലകാര്യങ്ങൾ നിങ്ങൾ ചരിത്രം പഠിച്ചേ. ഇതിനെല്ലാം അവൻ മാറ്റം വരുത്തുവാൻ മുഖാന്തിരമായത് ഈ സത്യസുവിശേഷമാണ്. അതുകൊണ്ട് എവിടെയും ഉയർത്തുവാൻ, എവിടെയും പറയുവാൻ, എവിടെയും ഘോഷിപ്പാൻ അവൻ പറ്റിയതാണ് സുവിശേഷം. ആ സുവിശേഷം